Hello friends, myself Krishnendu Shivadas. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ് ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ജോമെട്രീസിൻ്റെ എക്സ്പ്രഷൻസ് എന്താണ്, അതായത് ഫൈനൽ എക്സ്പ്രഷൻസ് ഫോർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫൈനൽ എക്സ്പ്രഷൻ വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. സോ ആ എക്സ്പ്രഷൻസൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചിട്ട് വേണം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഇതിൽ നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ്. ഓക്കെ, എന്താണ് കോമ്പോസിറ്റ് ഏരിയാസ്? കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും. ഓക്കെ, സോ കോമ്പോസിറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ വിച്ച് കണ്ടെയ്ൻസ് വൺ ഓർ ടു ഓർ മോർ ഏരിയാസ്. അപ്പോൾ ടു ഓർ മോർ ഏരിയാസിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ മെനി എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് സജസ് കോമ്പോസിറ്റ് ഏരിയാസ് കൺസിഡർ ചെയ്യാറുണ്ട്. സോ കോമ്പോസിറ്റ് ഏരിയാസ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് മേ ബി എ കോമ്പിനേഷൻ ഓഫ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഓക്കെ, എന്തെങ്കിലും ഒരു സിമ്പിൾ ഫിഗേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും കോമ്പോസിറ്റ് ഏരിയാസ്. സോ അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിളാണ്, നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സെൻട്രോയിഡ് ഈ ഒരു പൊസിഷനിലായിരിക്കും. പക്ഷേ ഒരു കോമ്പോസിറ്റ് ഏരിയ തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമുക്കിങ്ങനെ ഒരു എൽ സെക്ഷൻ തന്നിരിക്കുകയാണ്. സോ ദിസ് ഇസ് നോട്ട് ഒരു റെക്റ്റാങ്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊരു എൽ സെക്ഷനാണ്. സോ ഈ എൽ സെക്ഷൻ എങ്ങനെ നമ്മൾ ഇതിൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്യും? ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കോമ്പോസിറ്റ് ഏരിയാസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു എ നമ്പർ ഓഫ് ഏരിയാസ്. കോമ്പോസിറ്റ് ഏരിയനെ നമുക്ക് അഗെയിൻ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എൽ സെക്ഷനാണ് ഉള്ളതെങ്കിൽ ഈ ഒരു എൽ സെക്ഷനെ നമുക്ക് രണ്ട് റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തുകൂടെ? ദിസ് ഈസ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ആൻഡ് ദിസ് ഈസ് ദി സെക്കൻഡ് റെക്റ്റാങ്കിൾ. ഓക്കെ, സോ ഇങ്ങനെ സിമ്പിൾ ഫിഗേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡ്, അപ്പോൾ കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡ്, അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ഏരിയാസായിട്ട് ആ ഒരു ഗിവൺ കോമ്പോസിറ്റ് ഏരിയനെ നമ്മൾ ഡിഫറെൻറ്റ് ഏരിയാസായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ദറ്റ് ഈസ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. ഓൾറെഡി എക്സ്പ്രഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. എക്സ്പ്രഷൻസ് എന്തായിരുന്നു? ഓക്കെ, ഈ ഒരു ഫൈനൽ എക്സ്പ്രഷനായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ദറ്റ് ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 പ്ലസ്, ഓക്കെ, എത്ര ഏരിയാസ് ഉണ്ടോ അതും അതിൻ്റെ ഡിസ്റ്റൻസ്. സോ മൊമെൻറ്റ് ഓഫ് ഏരിയാസ് എടുക്കുക. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, എത്ര എലമെൻ്റൽ ഏരിയാസ് ആണ് എടുത്തത്, a1 a2 a3, അങ്ങനെ ടോട്ടൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇത് നമുക്ക് ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം? അതായത് ഫസ്റ്റ് ന്യൂമറേറ്റർ പാർട്ട് നിങ്ങൾ നോക്കാം. a1 x1 പ്ലസ് a2 x2, ഓക്കെ, അതായത് സമ്മേഷനാണ് എടുത്തിരിക്കുന്നത്. എ എക്സിൻ്റെ സമ്മേഷനാണ് എടുത്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ സിഗ്മ എ അല്ലേ, അതായത് ഏരിയയുടെ സമ്മ്. സോ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇതിനെ ഇൻ്റഗ്രൽ എക്സ് എ ബൈ ഇൻ്റഗ്രൽ എ. ഓക്കെ, ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെറിയൊരു എലമെൻ്റൽ ഏരിയയിലെ നമുക്കറിയാമായിരിക്കും. സോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ ഏരിയയിലെ വാല്യൂസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ സിമിലർ ആയിട്ട് തന്നെ വൈ ബാർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ എ ബൈ ഇൻ്റഗ്രൽ എ, ഇങ്ങനെ എടുക്കാം. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഏത് കോമ്പോസിറ്റ് ഏരിയയുടെ ഏത് ക്വസ്റ്റ്യൻസ് കിട്ടിയാലും ആ കോമ്പോസിറ്റ് ഏരിയനെ, ഗിവൺ കോമ്പോസിറ്റ് ഏരിയനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ സിമ്പിൾ ഏരിയാസ് a1 a2 അങ്ങനെ സിമ്പിൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക, എക്സ് ബാർ ആൻഡ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിന്ന് കുറേ അധികം പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്കിലേക്ക് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ പ്രോബ്ലംസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ നോട്ടിൽ അത് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് എ ടി സെക്ഷൻ ഷോൺ ഇൻ ദി ഫിഗർ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടി സെക്ഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ടി ഷേപ്പിലൊരു സെക്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രോയിഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നോക്കുക, ഈ സെക്ഷൻ സിമിട്രിക്കൽ ആണോ നോക്കുക. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ആക്സിസിനായിട്ട് സിമിട്രിക്കൽ ആണോ നോക്കാം. സോ നമുക്കറിയാം ഈ ഒരു സെക്ഷൻ എടുക്കാൻ നേരത്ത് ഓക്കെ
സോ ഈ ടി നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാമല്ലോ. ഓക്കെ, ഇങ്ങനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഏത് ആക്സിസ് ആണ്? സോ ദിസ് ഇസ് വൈ ആക്സിസ്. വൈ ആക്സിസ് വെച്ചിട്ട് നമുക്കിങ്ങനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏതാണോ നമ്മുടെ ആക്സിസ് ഓഫ് സിമിട്രി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഓക്കെ, സോ അതായത് ഈ ഒരു ആക്സിസ് ഓഫ് സിമിട്രിയിലായിരിക്കും സെൻട്രോയിഡ് ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ എക്സ് ബാർ എന്താണ് അപ്പം? 0. ഓക്കെ, സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ഇങ്ങനെ എടുക്കാൻ നേരത്ത് ഈ ഒരു സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഈ ഒരു വൈ ആക്സിസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ എക്സ് ആക്സിസിൽ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ വൈ ആക്സിസിലായതുകൊണ്ട് സെൻട്രോയിഡ് വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് ബാർ എന്താണ്? 0 ആണ്. ഓക്കെ, so the section is symmetrical with respect to y-axis, so x bar is equal to 0. ഇനി സോ സിമിട്രി ഫസ്റ്റ് നോക്കുക. സിമിട്രി നോക്കുമ്പോൾ നമുക്ക് ഓക്കെ എക്സ് ബാർ 0 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്തോ വൈ ബാറാണ്. ഓക്കെ, സോറി, വൈ ബാറാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ വൈ ബാർ എങ്ങനെ കിട്ടും? അതിന് നമ്മളുടെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു ഇക്വേഷൻ? വൈ ബാർ ഇസ് ഈക്വൽ ടു a1y1 പ്ലസ് a2. സോ എത്ര ഏരിയാസ് ഉണ്ടെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ഈ ഗിവൺ സെക്ഷനെ ഡിവൈഡ് ചെയ്യുക, സ്മോളർ സിംപ്ലർ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഒരു ടി സെക്ഷൻ ആണെങ്കിൽ ഈ ടി സെക്ഷൻ നമുക്ക് 2 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഈ ഒരു ഏരിയ, രണ്ടാമത്തത് ഈ ഒരു ഏരിയ. ഓക്കെ, സോ ഇങ്ങനെ 2 ഏരിയാസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ 2 ഏരിയാസ് ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? a1y1 പ്ലസ് a2 y2 ബൈ a1 പ്ലസ് a2. ഇസ് ഇറ്റ് ക്ലിയർ? സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇത് 20 ആണെന്ന് അറിയാം, ഈ ഹൈറ്റ് 300 ആണെന്ന് അറിയാം. സോ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. സോ ഫസ്റ്റ് സെക്ഷൻ a1 ഇസ് ഈക്വൽ ടു 300 ഇൻറ്റു 20. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഈ 2 സൈഡിൻ്റെയും പ്രൊഡക്റ്റ്. സോ 300 ഇൻറ്റു 20 ആണ് a1 ഏരിയ, ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 200 എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് 20. ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ എങ്ങനെ കിട്ടും? 200 ഇൻറ്റു 20. സോ a2 എന്ന് വെച്ചാൽ എന്താണ്? 200 ഇൻറ്റു 20. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ്സ് ആണ്. ഓക്കെ, യൂണിറ്റ്സ് നമുക്ക് mm-ലാണ് തന്നിരിക്കുന്നത്. സോ ഏരിയ എന്തിൽ വരും? mm² കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയും പാർട്ട്. നെക്സ്റ്റ് വൺ ഈ y1ഉം y2. ഓക്കെ, ഈ y1 y2 എന്നൊക്കെ വെച്ചാൽ എന്താണ്? സോ y1 എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നത് y1 y2 എല്ലാം മെഷർ ചെയ്യുന്നത് ഈ ബേസിൽ നിന്നായിരിക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഏത് ഫിഗർ ആണെങ്കിലും അതിൻ്റെ ബേസിൽ നിന്നായിരിക്കും y1 ആൻഡ് y2 മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ y1 എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത്, അതായത് നമ്മുടെ ഫസ്റ്റ് ഫിഗറിൻ്റെ ഫസ്റ്റ് സിംപ്ലർ ഫിഗറിൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്യുക. സോ ഈ ബേസിൽ നിന്ന് ഈ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y1. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിലായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് വരിക. ഓക്കെ, സോ y1. ഇനി y2 എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് ഏരിയ ഇതല്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് ഏരിയ. സോ സെക്കൻഡ് ഏരിയയുടെ സെൻട്രോയിഡ് എവിടെ വരും? ഈ ഒരു സെൻറ്ററിൽ വരും. ഓക്കെ, സോ ഇവിടെ നിന്ന് ആ ഒരു സെൻട്രോയിഡ് തുടങ്ങി സെൻറ്ററിൽ നിന്ന് ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y2. ഇസ് ഇറ്റ് ക്ലിയർ? സോ y1 ഈസ് ദ ഡിസ്റ്റൻസ്. y1ഉം y2 എന്താ? ഡിസ്റ്റൻസ് ഓഫ് ദി സെൻട്രോയിഡ് ഓഫ് ദി സിംപ്ലർ ഫിഗർ. ആ സിംപ്ലർ ഫിഗറിൻ്റെ സെൻട്രോയിഡ് ആണ്. ഓക്കെ, ഫ്രം ദി ബേസ്. നമ്മൾ ബേസിൽ നിന്നാണ് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ വരാൻ നേരത്ത് y1 എന്ത് വരും? y1 ഈസ് ഈക്വൽ ടു, ഓക്കെ, ബേസിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇതല്ലേ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. സോ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ ഒരു ഹാഫിലായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ h ആയിട്ട് എടുക്കുകയാണെങ്കിൽ h/2 എന്ത് വരുന്നത്? സെൻട്രോയിഡ് വരുന്നത്. ഓക്കെ, സോ 300/2 സെൻട്രോയിഡ്. അതായത് ഇതിൻ്റെ സെൻട്രൽ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രലായിരിക്കും സെൻട്രോയിഡ്. ആൻഡ് ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 150. ക്ലിയർ അല്ലേ? 300/2 150 എന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ സെൻട്രോയിഡ് നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം അല്ലേ? അതായത് 100 മാറി 200 ആയതുകൊണ്ട് 200/2. അപ്പോൾ 100ലായിരിക്കും
ഓക്കെ, ഇവിടെ നിന്ന് 100, ഓക്കെ 100 ഡിസ്റ്റൻസിലായിരിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് എത്ര വരും? ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ, ഇത് 20 ആണ്. ഓക്കെ, സോ 10-ലായിരിക്കും, ഓക്കെ 20/2 എന്ത് വരുന്നത്? ഇതിൻ്റെ സെൻട്രോയിഡ് വരുന്നത്. സോ 20/2 സെൻട്രോയിഡ് വരുന്നത്. ഈ സെൻട്രോയിഡും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്, ബേസ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഒരു പോർഷൻ എത്രയാണ്? 10 ആണ്. ഓക്കെ, റിമൈനിങ് എത്ര വരും? 300. സോ 300 + 10 എന്ന് വരും. 300 + 20/2. ഓക്കെ, അതായത് 310 എന്നുള്ള ആൻസർ കിട്ടും. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? A1 കിട്ടി, A2 കിട്ടി, Y1 കിട്ടി, Y2 കിട്ടി. സോ ഈ ഇക്വേഷൻസ്, ഓക്കെ, ഈ കിട്ടിയ വാല്യൂസ് ഡയറക്റ്റ് ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് വി ഗെറ്റ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? ഓക്കെ, y bar is equal to 6000 into, so A1 ആയിരുന്നു 6000. ഓക്കെ, A1 Y1 150, A2 Y2 divided by A1 plus A2. Okay, A1 plus A2. So that will give you the answer. So 214 എന്ന് വെച്ചാൽ എന്താണ്? 214 mm നമുക്ക് സെൻട്രോയിഡ് കിട്ടിയത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ബേസിൽ നിന്ന് 214 mm ഓക്കെ, അതായത് ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് വരുന്നത്. ഓക്കെ, G ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ വി ഗെറ്റ് G സംവെയർ ഹിയർ. ഇറ്റ് ഈസ് 214 mm ഫ്രം ദി ബേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഈ ഫിഗേഴ്സൊക്കെ വരച്ചിട്ട് ചെയ്ത് നോക്കുക. സോ G എന്ന് വെച്ചാൽ കണ്ടോ ഈ ഒരു പോയിൻ്റ്. സോ ഈ പോയിൻ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് G1ഉം G2ഉം വേണം. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ഫിഗേഴ്സ്. ഇവിടെ ഫസ്റ്റ് ഏരിയ, ഇത് സെക്കൻഡ് ഏരിയ ആയിട്ട് എടുത്തു. ഓക്കെ, G1 ആൻഡ് G2 ലൊക്കേറ്റ് ചെയ്യുക. അതായത് ഓരോ ഇൻഡിവിജ്വൽ ഫിഗേഴ്സിൻ്റെയും സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ബേസിൽ നിന്നുള്ള ഹൈറ്റ് അതായിരിക്കും Y1. ഓക്കെ, ഇതുപോലെ തന്നെ ബേസിൽ നിന്നുള്ള ഹൈറ്റ് ആയിരിക്കും Y2. പിന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയാസ്. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരിക്കും. കാരണം ആ സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ഗിവൺ ഏരിയ. സോ ഇവിടെ ഒരു C സെക്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രോയിഡ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, സോ ഈ C സെക്ഷൻ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? 3 ഏരിയാസ് ആയിട്ട്, സിംപ്ലർ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 2 ആൻഡ് 3. സോ ഇങ്ങനെ 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സിസ് ഓഫ് സിമിട്രി ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ആക്സിസ് ഓഫ് സിമിട്രി ഏതെങ്കിലും ഒരു ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഇങ്ങനെ എടുത്താലും ഓക്കെ, അതേപോലെ ഇങ്ങനെ എക്സോ വൈയോ എടുത്താലും എന്താണ്, ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ആകത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് അപ്പോൾ ഇങ്ങനെ ആക്സിസ് ഓഫ് സിമിട്രി ഇല്ലാത്ത കേസിൽ നമ്മൾ എന്താണ്, ഒറിജിൻ ലൊക്കേറ്റ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇത് എക്സ് ആക്സിസും സാധാ ഓക്കെ വൈ ആക്സിസ് ആയിട്ട് എടുക്കുക. സോ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസ് ആയിട്ടും എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് A1 A2 A3. ഓക്കെ, ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യണം. സോ ഇവിടെ ആക്സിസ് ഓഫ് സിമിട്രി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദെയർ വിൽ ബി എക്സ് ബാറിനൊരു വാല്യൂ ഉണ്ട്, അതുപോലെ വൈ ബാറിനും ഒരു വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? സോ എക്സ് ബാർ എന്താണ്, വൈ ബാർ എന്താണ്, നമ്മളുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു A1 x1 plus A2 x2 plus A3 x3 divided by A1 plus A2 plus A3. ഇതിൽ A1 A2 A3 നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഇനി എന്താ വേണ്ടത്, x1 x2 x3 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ x1 x2 x3 എന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ, ഈ വൈ ആക്സിസിൽ നിന്നുള്ള കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ്, ഈ വൈ ആക്സിസിൽ നിന്നുള്ള ഈ ഓരോ ഇൻഡിവിജ്വൽ സെൻട്രോയിഡ്സിൻ്റെയും ഡിസ്റ്റൻസ് ആണ് x1 x2 x3. ഓക്കെ, അതുപോലെ y1 y2 y3 എന്ന് വെച്ചാൽ ഈ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഈ ഒരു ബേസിൽ നിന്ന് ഓരോന്നിൻ്റെയും സെൻട്രോയിഡിലേക്കുള്ള ഓക്കെ വൈ ആക്സിസ്
ഈ ഒരു ഡിസ്റ്റൻസ് ആണ് y1 y2 y3. സോ ഇതിന് നമ്മൾ ആദ്യം എന്താണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രോയിഡ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് h/3 b/3 അല്ലേ. സോ അങ്ങനെ അതിലായിരിക്കും എന്ത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? സെൻട്രോയിഡ്. സോ ഇവിടെ നിന്ന് h/3 b/3 അല്ല, h/2 b/2. ഓക്കെ, അതായത് ഇതിൻ്റെ ഹാഫ്. ഓക്കെ, സോ അതായത് 7 മീറ്റർ, ഇത് 14 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 7 സെൻറ്റിമീറ്ററിലായിരിക്കും ഇതിൻ്റെ x1. ക്ലിയർ അല്ലേ? അതുപോലെ y1 എത്രയിലായിരിക്കും? ഇത് 2 സെൻറ്റിമീറ്റർ, അപ്പോൾ 2ൻ്റെ ഹാഫ്, അതായത് 1 സെൻറ്റിമീറ്ററിലായിരിക്കും y1. സോ x1 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ആൻഡ് x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫിഗറിൻ്റെ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. സോ ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. അതായത് ഇത് ടോട്ടൽ 24 ആണ് അല്ലേ, ഇത് ടോട്ടൽ 24 ആണ്. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. സോ 24ൽ നിന്ന് ഈ 2 + 2 മൈനസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് മേക്സ് ഇറ്റ് 20. സോ ഇത് ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. സോ ഇതിൻ്റെ ഹാഫ്, അതായത് എത്ര വരും? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി y ബാർ എന്ന് വെച്ചാൽ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ബേസിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് എത്ര വരും? ഓക്കെ, ഇതുവരെ 10 ആണ്, ബേസ് ഇതാണ്. സോ ഇതെത്രയാണ്? 2 സെൻറ്റിമീറ്റർ. സോ ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? സോ y2 എന്ന് വെച്ചാൽ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അതുപോലെ y3 എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെയാണ് ലൊക്കേറ്റ്, ഇതിൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണ്. സോ ഈ ഒരു ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 24 ആണ്. സോ 24ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? ഓക്കെ, ഈ 2 നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. സോ ടോട്ടൽ 24ൽ നിന്ന് ഈ 1 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. സോ ദാറ്റ് ഈസ് y3. ഓക്കെ, സോ 23 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? y1 y2 y3. അതുപോലെ x1 x2 x3 എങ്ങനെ കിട്ടും? x1 x2 x3 നമ്മൾ y ആക്സിസിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ y ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഈ 2ൻ്റെ ഹാഫ്, ഈ തിക്നെസ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2ൻ്റെ ഹാഫ് x2 എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ. ഓക്കെ, x2 1 സെൻറ്റിമീറ്റർ, x1 7 സെൻറ്റിമീറ്റർ. ഇനി x3 എത്രയാണ്? ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഇതിൻ്റെ ഹാഫായിരിക്കും x2. സോ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ ആണ്. 8 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ്, അതായത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും x3 എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? x1 x2 x3. സോ ഇവിടെ നോക്കുക, x1 7 സെൻറ്റിമീറ്റർ. ഓക്കെ, അതായത് ഇവിടെ നിന്ന് 7 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഹാഫ്. x2 1 സെൻറ്റിമീറ്റർ, അതായത് ഈ y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x2. ഓക്കെ, സോ y ആക്സിസിൽ നിന്ന് ഈ 2ൻ്റെ ഹാഫ്, അതായത് 1 സെൻറ്റിമീറ്റർ. അതുപോലെ x3 എന്ന് വെച്ചാൽ എന്താണ്? x3 എന്ന് പറയുമ്പോൾ ഈ ഒരു, ഓക്കെ, സോ തേർഡ് ഫിഗർ ഇതാണ്. സോ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ y ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അതേപോലെ y1 y2 y3. y1 എത്രയായിരുന്നു? 1 സെൻറ്റിമീറ്റർ. ഓക്കെ, y2 12 സെൻറ്റിമീറ്റർ ആൻഡ് y3 23 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആസ് 3.57 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ എക്സ് ബാറും y ബാറും കിട്ടും. ഓക്കെ, എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്? a1 x1 പ്ലസ്. സോ x1 x2 x3യുടെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എക്സ് ബാറിൻ്റെ ആൻസർ കിട്ടി. എക്സ് ബാർ എത്രയാണ്? 3.57. ഓക്കെ, അതായത് y ആക്സിസിൽ നിന്ന് 3.57 ആണ്. ഓക്കെ, സോ ഇവിടെ ആയിട്ട് അതുപോലെ, ഓക്കെ, സോ 3.57 ആണ്. അതുപോലെ തന്നെ y ബാർ എത്രയാണ്? 10.43. ഓക്കെ, സോ അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? 10.43 അതുപോലെ 3.57. ഓക്കെ, അത് നമുക്ക് ഇവിടെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? സോ y 10.43. ഓക്കെ, 10.43 എന്ന് പറഞ്ഞാൽ ഇത്
24 12 ഇവിടെ ആയിട്ട് വരും. ഓക്കെ, സോ 10.43 ആൻഡ് എക്സ് എത്രയാണ് 3.57. സോ ഈ ഒരു പൊസിഷനിലായിട്ട് വരും നമ്മളുടെ ജി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് മൂവിങ് ഓൺ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡിറ്റർമൈൻ ദി സെൻട്രോയിഡ് ഓഫ് ദി ഗിവൺ ഏരിയ. ഈ ഒരു ഏരിയയുടെ സെൻട്രോയിഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ നോക്കുക ഫസ്റ്റ് ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതായത് ഇതിന് നമുക്ക് ഈ ഒരു ഗിവൺ ഫിഗറിനെ എക്സ് ആക്സിസും വൈ ആക്സിസും കൊണ്ട് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് സിമെട്രിക്കൽ അല്ല. സോ സിമെട്രിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ് ബാറും എക്സും വൈയും ലൊക്കേറ്റ് ചെയ്യുക. നോർമലി ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ എക്സും വൈ ആക്സിസും ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഒറിജിൻ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക. ഇനി എന്താണ് നമ്മളുടെ ഇക്വേഷൻ? സോ സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട് എക്സ് ബാറിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, സോ എക്സ് ബാറിനും അതുപോലെ തന്നെ വൈ ബാറിനും ഒരു വാല്യൂ ഉണ്ട്. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇക്വേഷൻസ് അറിയാം, എക്സ് ബാറും വൈ ബാറിൻ്റെ ഇക്വേഷൻസ് ആണിത്. ഇനി ഈ ഒരു ഫിഗറിനെ നമുക്ക് സിംപ്ലർ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സിംപ്ലർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. സോ അങ്ങനെ സിംപ്ലറായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കുക. സോ ഈ ഒരു ഫിഗറിനെ നമുക്ക് ഈ ഒരു ഏരിയ ഇതെന്താണ്? ഒരു സെമി സർക്കിൾ. ഓക്കെ, സോ ഇതൊരു സെമി സർക്കുലർ പോർഷനാണ്. അതുപോലെ ഇതൊരു റെക്റ്റാങ്കിൾ ആൻഡ് ദിസ് ഇസ് എ ട്രയാങ്കിൾ. സോ ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 2 ആൻഡ് 3. ക്ലിയർ അല്ലേ? ഇങ്ങനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെമി സർക്കിൾ, റെക്റ്റാങ്കിൾ ആൻഡ് എ ട്രയാങ്കിൾ. ഇനി ഇതിൻ്റെ 3ൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രോയിഡ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സെമി സർക്കിൾ ആണെങ്കിൽ എക്സ് വൈ എക്സ് ഇവിടെയാണെങ്കിൽ എവിടെയായിരിക്കും? ഈ ഒരു പൊസിഷനിലായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ് അല്ലേ. അതായത് റേഡിയസ് r/2 അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ പഠിച്ചായിരുന്നു? r മൈനസ് സെമി സർക്കിളിൻ്റെ ഏരിയ 4r/3π. സോ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 4r/3π. സോ എക്സ് വൈന്ന് മൈനസ് ചെയ്യുക. സോ ആ ഇക്വേഷൻസ്, അതുകൊണ്ടാണ് നിങ്ങളോട് ആ എക്സ്പ്രഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ സെമി സർക്കിളാണ് എടുക്കേണ്ടത്. രണ്ടാമത് നമ്മൾ എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിൾ. സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, സെൻട്രോയിഡൽ ഏരിയ സെൻട്രോയിഡ് എവിടെയായിരിക്കും? അതിൻ്റെ സെൻറ്ററിൽ തന്നെയായിരിക്കും. ഓക്കെ, സോ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അഗെയിൻ ട്രയാങ്കിൾ. സോ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എവിടെയായിരിക്കും? h/3 b/3. ഓക്കെ, സോ ഇവിടെ നിന്ന് h/3 അതുപോലെ ഇവിടെ നിന്ന് b/3 സെൻട്രോയിഡ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ഇതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻസ് ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഈ പ്രോബ്ലംസിൽ അറ്റൻഡ് ചെയ്യാനെന്ന് പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത്? സോ അങ്ങനെയാണ് നമ്മൾ ആ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ആ ഡിസ്റ്റൻസസ്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ നോക്കാം. നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് അറിയാം ഏരിയ ഓഫ് എ triangle, area of a rectangle and area of a semicircle. Okay, so what is the area of a semicircle? Area of a circle എത്രയാണ്? Okay, area of a circle pi r square ആണ് അല്ലേ. ഏരിയ ഓഫ് എ സർക്കിൾ പൈ ഇൻറ്റു r സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? സോ ഏരിയ ഓഫ് എ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഹാഫാണ് സെമി സർക്കിൾ. സോ സർക്കിളിൻ്റെ ഹാഫ് ഏരിയ ആയിരിക്കും സെമി സർക്കിൾ. ദറ്റ് ഈസ് പൈ r സ്ക്വയർ ബൈ 2 ആണ് സെമി സർക്കിളിൻ്റെ ഏരിയ. സോ ഈ ഒരു പാർട്ടിൻ്റെ ഏരിയ എത്രയാണ്? പൈ r സ്ക്വയർ ബൈ 2. ഇവിടെ r എത്രയാണ്? റേഡിയസ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. സോ പൈ r സ്ക്വയർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആറിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് A2 എന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഈ റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹൈറ്റ് ഇത് 2 സെൻറ്റിമീറ്റർ, ഈ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്? 2 + 2. ഓക്കെ, സോ ഹൈറ്റ് എത്ര വരും? 4 സെൻറ്റിമീറ്റർ എന്ന് വരും.
ക്ലിയർ അല്ലേ? സോ A2 എന്താണ് 6 × 4, 6 ഈ ഒരു ലെങ്ത്ത് ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. സോ 6 × 4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന ഏരിയ കിട്ടും. ഓക്കെ, റെക്റ്റാങ്കുലർ ഏരിയ. ഇനി ഫൈനലി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, സോ ഇവിടെ ബേസ് എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഓക്കെ, ബേസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആണ് ബേസ്. ഹൈറ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയായിരുന്നു? 2 + 2 4 അല്ലേ? സോ എത്ര വരും? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഏരിയ A1, A2, A3 ക്ലിയർ അല്ലേ? സോ ആക്സിസ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെൻട്രോയിഡ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ സെൻട്രോയിഡ് വരും ഇവിടെ. സോ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് സെൻട്രോയിഡ്സ് മാർക്ക് ചെയ്യുക. G1, G2, G3. ഓക്കെ, G1, G2, G3 ഇതായിരിക്കും സെൻട്രോയിഡ്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൽ നിന്നും വൈയിൽ നിന്നുമുള്ള കറസ്പോണ്ടിങ്, എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുമുള്ള കറസ്പോണ്ടിങ് ഡിസ്റ്റൻസസ് ആണ് x1, x2, x3, y1, y2, y3. ഓക്കെ, സോ x1 എന്ന് വെച്ചാൽ എന്താ? വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ y1 എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? സോ എങ്ങനെ വരും? x1. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ നിന്നുള്ള ആദ്യത്തെ ഫിഗറിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ G1 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്കൊരു സെമി സർക്കിളിൻ്റെ ഓക്കെ ബേസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? 4r/3π. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു വൈ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ടോട്ടൽ ഇതിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരും? r - 4r/3π കിട്ടത്തില്ലേ? സോ അതായിരിക്കും നമ്മളുടെ വാല്യൂ. ഓക്കെ, സോ x1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഓക്കെ, സോ x1 എന്ന് പറയുമ്പോൾ r - 4r/3π. ഓക്കെ, സോ r എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് r. സോ ആറിന് പകരം 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1.15 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അതുപോലെ x2 എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റ്, അതായത് വൈ ആക്സിസിൽ നിന്ന് ഈ G2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x2. ഓക്കെ, സോ അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? സോ അത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ്, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് അതിൻ്റെ റേഡിയസ് ആയിരിക്കും. ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ദറ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി ബാക്കി ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹാഫ്. ഓക്കെ, സോ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. സോ 2 സെൻറ്റിമീറ്റർ പ്ലസ് 6/2. ഓക്കെ, 6 സെൻറ്റിമീറ്റർ/2, അതായത് 2 എങ്ങനെ വരും? 2 പ്ലസ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇത് 2, ഇത് 3, ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അതേപോലെ x3 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വൈ ആക്സിസിൽ നിന്ന് G3 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് x3. ഓക്കെ, G3 വരെയുള്ള ഡിസ്റ്റൻസ്. സോ അതെങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഓക്കെ ഈ ഒരു പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം. എത്രയാണ്? സെമി സർക്കിളിൻ്റെ റേഡിയസ് വരും 2 സെൻറ്റിമീറ്റർ. പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആ ഒരു ലെങ്ത്ത് വരും, ദറ്റ് ഈസ് 6. ഓക്കെ, ഇപ്പോൾ 2 + 6 പ്ലസ് ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? b/3 അല്ലേ? b/3. അതുപോലെ സെൻട്രോയിഡ് നമ്മൾ എങ്ങനെയായിരുന്നു ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? സെൻട്രോയിഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ b/3 ആൻഡ് h/3. ഓക്കെ, സോ ബേസ് എത്രയായിരുന്നു? ബേസ് ഇത് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു ബേസ്. സോ 3/3 എന്ന് വരും. ഓക്കെ, സോ 2
പ്ലസ് ഓക്കെ എങ്ങനെയാണ് വരുന്നത് 2 + 6 + 3/3 ദറ്റ് ഈസ് 9 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? സോ x1 x2 x3 എന്ന് വെച്ചാൽ സെൻട്രോയിഡിൽ നിന്ന് ഓക്കെ x1 എന്ന് വെച്ചാൽ G1 നിന്ന് G1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x1. x2 എന്ന് വെച്ചാൽ y ആക്സിസിൽ നിന്ന് G2 വരെയുള്ള ഡിസ്റ്റൻസ്. x3 എന്ന് വെച്ചാൽ y ആക്സിസിൽ നിന്ന് G3 വരെയുള്ള ഡിസ്റ്റൻസ്. ഇതേപോലെ തന്നെ നമ്മൾ y1 y2 y3 ഓക്കെ y1 എവിടെ വരും? സോ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y1. സോ G1ലേക്കുള്ള ഡിസ്റ്റൻസ് ഓക്കെ. സോ ഈ സെമി സർക്കിളിൻ്റെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ് സെൻട്രോയിഡ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? റേഡിയസ് ഓക്കെ റേഡിയസ് തന്നെയായിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് ദറ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ ഓക്കെ. ഇനി y2 എന്ന് വെച്ചാൽ അതും സെയിം അല്ലേ 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും y2. ഇനി y3 എന്ന് വെച്ചാൽ നമുക്കറിയാം h/3 ഓക്കെ. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? h/3. സോ ടോട്ടൽ ഹൈറ്റ് എത്രയായിരുന്നു? 4. സോ 4/3 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ x1 x2 x3 അതുപോലെ y1 y2 y3 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലംസ് ഒന്നും കൂടെ അതായത് ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രോബ്ലംസ് തനിയെ ചെയ്ത് നോക്കുക ഓക്കെ. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ x1 x2 x3 അതുപോലെ y1 y2 y3 പിന്നെ ഏരിയാസും ഉണ്ടെങ്കിൽ നമുക്ക് സെൻട്രോയിഡ് ആ ഇക്വേഷൻസിലേക്ക് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ. സോ യു വിൽ ഗെറ്റ് ദി ആൻസേഴ്സ് ആസ് എക്സിൻ്റെ വാല്യൂ 5 സെൻറ്റിമീറ്റർ ആൻഡ് y 1.89 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഹൗ വി ലൊക്കേറ്റ് ദി സെൻട്രോയിഡ്. ക്ലിയർ അല്ലേ? Again next question, locate the centroid of the area shown. Okay, so ഇവിടെ ഈ ഒരു കോമ്പോസിറ്റ് ഏരിയ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ടും അതുപോലെ തന്നെ ഇതെന്താണ് ഒരു സെക്ടറായിട്ടും ഓക്കെ. സോ ഒരു ട്രയാങ്കിൾ ആയിട്ടും അതുപോലെ തന്നെ ഒരു സെക്ടറായിട്ടും നമുക്ക് രണ്ട് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ. 1 and ഒരു സെക്ടർ 1 ആൻഡ് ട്രയാങ്കിൾ 2. സോ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ A1 A2 ഓക്കെ. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത് സിമെട്രിക്കൽ അല്ല അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സിമെട്രിക്കൽ അല്ല. സോ എക്സ് ബാറും ഉണ്ട് വൈ ബാറും ഉണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻസിൽ നമുക്ക് A1 and A2 വേണം. സോ ഏരിയാസ് ഇൻഡിവിജ്വൽ ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു സർക്കിളിൻ്റെ ഏരിയ അറിയാം. സർക്കിളിൻ്റെ ഏരിയ πr² ആണ് ഓക്കെ. സോ സെക്ടറിന് ഒരു ആംഗിൾ വെച്ചിട്ടായിരിക്കും പറയുന്നത് അല്ലേ? ഇപ്പോൾ ഒരു 60 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. സോ ഈ ആംഗിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ സെക്ടർ പറയുന്നത്. സോ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഏരിയ ഓഫ് എ സെക്ടർ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഇസ് ഈക്വൽ ടു πr² ഇൻറ്റു θ/360 ഓക്കെ. തീറ്റ എന്ന് വെച്ചാൽ തീറ്റ ഓർ ആൽഫ ഓക്കെ. സോ ആൽഫ അല്ലെങ്കിൽ തീറ്റ അതെന്താണ്? ആംഗിൾ. ആ ഒരു സെക്ടറിൻ്റെ ആംഗിളാണ് തന്നിരിക്കുന്നത്. സോ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി സെക്ടർ ഇസ് ഈക്വൽ ടു πr² ഇൻറ്റു 60/360. സോ അങ്ങനെ ഏരിയ A1 കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ. സോ πr എത്രയാണ് ഇവിടെ? r എന്ന് വെച്ചാൽ ഈ ഒരു റേഡിയസ് അല്ലേ? സോ ഈ റേഡിയസ് അതാണ് r 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. സോ ഈ 10 സെൻറ്റിമീറ്ററിനെ ഇവിടെ mm കൺവേർട്ട് ചെയ്തു ഓക്കെ. സോ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 mm ആണ്. സോ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 100 mm ആകും. സോ ഇവിടെ ഡയറക്റ്റ്ലി mm കൺവേർട്ട് ചെയ്തു. സോ എത്ര കിട്ടുന്നത്? 100 എന്ന് കിട്ടും. സോ π ഇൻറ്റു 100² ഇൻറ്റു 60/360 ചെയ്യാൻ നേരത്ത് നമുക്ക് ഏരിയ ഓക്കെ. സോ ഈ ഒരു പോർഷൻ്റെ ഏരിയ A1 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? A2 എന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. സോ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടന്യൂസ് എത്രയാണ്? 10 അല്ലേ? ഈ ആംഗിൾ 60 ആണ്. സോ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾ 60 ആണ്. സോ ദിസ് ആംഗിൾ വിൽ ഓൾസോ ബി 60 ഡിഗ്രി. സോ ഇത് 60 ഇത് 10 അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 10 sin 60 അല്ലേ? ഈ ഡിസ്റ്റൻസ് 10 sin 60. അതായത് നിങ്ങൾ sin 60 എടുക്കുക. ഈ ഒരു ആംഗിളിൻ്റെ sin 60 എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു ആംഗിൾ ഇതാണ് 60 ഡിഗ്രിയാണ്. സോ ഈ ഇതിൻ്റെ sin 60 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അഡ്ജസൻറ്റ് സൈഡ് 10 ആണ് ഓക്കെ. സോ നമുക്ക് ഈ ഒരു സൈഡ് എങ്ങനെ കിട്ടും? 10 ഇൻറ്റു sin 60. ക്ലിയർ അല്ലേ? സോ
ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 10 sin 60. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 10 sin 60 ആൻഡ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് കോസ് ആയിരിക്കും അല്ലേ? ഇത് 10 ആണെങ്കിൽ ഇത് സൈൻ ടേമും ഇത് കോസ് ടേമും. സോ ഇത് 10 cos 60. സോ ദിസ് ഹൈറ്റും അതുപോലെ തന്നെ ബേസും കിട്ടിയെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. സോ ഈ ഒരു ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു 100 cos 60 ഇൻറ്റു 100 sin 60. ഈ 100 എങ്ങനെയാണ് വന്നത്? 100 എന്ന് വെച്ചാൽ MM-ലുള്ള വാല്യൂ ആണ്. ഓക്കെ, സോ 10 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്ത് വരും? 100 mm. സോ 100 cos 60 ആൻഡ് 100 sin 60. സോ നമുക്ക് MM-ലെ വാല്യൂ കിട്ടും. സോ A1 A2 കിട്ടി. ഇനി എന്താ വേണ്ടത്? X1 X2 ആൻഡ് Y1 Y2. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു സെക്ടർ എടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒരു സെക്ടർ. ഓക്കെ, സെക്ടറിൻ്റെ എങ്ങനെയായിരിക്കും? ഇതൊരു സെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഇതിനെ നമ്മളൊരു ബൈസെക്ടർ, ഓക്കെ, ആൽഫ ബൈ ടു ഒരു ആംഗുലാർ ബൈസെക്ടർ വരയ്ക്കുക. സോ ഈ ആംഗുലാർ ബൈസെക്ടറിലായിരിക്കും അല്ലേ, ഈ ഒരു ആംഗുലാർ ബൈസെക്ടറിലായിരിക്കും നമ്മളുടെ സെൻട്രോയിഡ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആംഗുലാർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ്. ക്ലിയർ അല്ലേ? സോ അതിനെ നമുക്ക് G1 എന്ന് മാർക്ക് ചെയ്യാം. സോ ദിസ് ഇസ് O, ഇത് G1. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X1ഉം Y1ഉം അല്ലേ? സോ ഈ ഒരു പോയിന്റിലേക്ക് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് Y1. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് Y ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X1. സോ നമുക്ക് X1ഉം വേണം Y1ഉം വേണം. സോ ഈ X1ഉം Y1ഉം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ X1ഉം Y1ഉം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? X1 എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതുപോലെ Y1 എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഈ ഡിസ്റ്റൻസും ആണ് വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഫസ്റ്റ് X1 കിട്ടണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്നറിയാം? 30 ഡിഗ്രി ആണ് അല്ലേ? കാരണം ടോട്ടൽ ഈ ഒരു ആംഗിൾ 60 ആണ്. സോ അതിൻ്റെ ഹാഫാണ് ഈ ചെറിയ ആംഗിൾ. സോ ദാറ്റ് ഈസ് 30 ഡിഗ്രി. സോ ഇത് 30 ഡിഗ്രി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് OG1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? OG1 എന്ന് വെച്ചാൽ നമ്മളുടെ സാധാ സെക്ടർ ഓഫ് എ സർക്കിളിൻ്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ഫോർമുലാസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഫോർമുലാസിൽ ഇക്വേഷൻ എന്തായിരുന്നു? OG1ൻ്റെ ഇക്വേഷൻ, അതായത് ഇവിടം വരെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ 4R sin alpha by 2 divided by 3 alpha. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, സെക്ടർ ഓഫ് എ സർക്കിൾ. ഓക്കെ, സോ ഈ O ഇന്ന് സെക്ടർ ഓഫ് എ സർക്കിൾ G1, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 4R sin alpha by 2 by 3 alpha. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് OG1 ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. സോ എത്രയായിരിക്കും കിട്ടുന്നത്? ഓക്കെ, സോ OG1 എന്ന് വെച്ചാൽ 4R sin alpha by 2, R എന്ന് വെച്ചാൽ 100. സോ 4 into 100 into sin alpha 60 ആണല്ലേ? സോ alpha 60 by 2 divided by 3 into alpha എത്രയാണ്? 60 ആണ്. ഓക്കെ, സോ 3 into ഇതെന്ന് വെച്ചാൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം, അതായത് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ബൈ 3 into alpha. സോ 3 into 60 into pi by 180, അതായത് നമ്മൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് pi by 180 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഈ സെക്ടറിൻ്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ടേം നിങ്ങൾ മറന്നു പോരുത്. ഓക്കെ, സോ യു ഹാവ് ടു ഡു ദാറ്റ്. സോ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, OG1 കിട്ടി. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ സെൻട്രോയിഡിൽ നിന്ന് OG1 വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി. നമുക്കിനി Xഉം Yയും ആണ് വേണ്ടത്. ഓക്കെ, അതായത് X1ഉം Y1ഉം ആണ് വേണ്ടത്. X1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? OG1 അറിയാം, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ, ഓക്കെ, സോ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ് അല്ലേ? ഈ ഒരു ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് X1ഉം Y1ഉം കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ വാട്ട് വിൽ ബി X1 ആൻഡ് വാട്ട് വിൽ ബി
y1. ഓക്കെ, സോ അതെങ്ങനെ കിട്ടും? x1 എന്ന് വെച്ചാൽ OG. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് OG. ഓക്കെ, സോ x1 എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് OG1 ഇൻറ്റു കോസ് ആൽഫ ബൈ 2, അതായത് കോസ് 30 അല്ലേ. OG കോസ് 30 ആണ് ഈ ഡിസ്റ്റൻസ്. അതുപോലെ OG സൈൻ 30 ആണ് y1. സോ OG1 കോസ് 30 എത്ര കിട്ടും? x1 കിട്ടും. ആൻഡ് y1 ഇസ് ഈക്വൽ ടു OG സൈൻ 30. ഓക്കെ, OG നമുക്കറിയാം OGയുടെ കോസ് 30 ആണ്. ഓക്കെ, ഈ ആംഗിൾ 30 ഡിഗ്രി. സോ OG കോസ് 30 x1 കിട്ടും. ആൻഡ് y1 കിട്ടാനായിട്ട് ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ദറ്റ് ഈസ് OG1 സൈൻ ഈ ആംഗിൾ എത്രയാണ്? ഓക്കെ, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? സോ x1 ആൻഡ് y1 കിട്ടി. ഇനി x2 ആൻഡ് y2. x2 ആൻഡ് y2 എന്ന് വെച്ചാൽ നെക്സ്റ്റ്, അതായത് ഈ ഒരു ഏരിയ ആണ് x2. സോറി, ഈ ഒരു ഏരിയ ആണ് സെക്കൻഡ്. ഓക്കെ, സോ ഇതിൽ നമുക്കറിയാം ട്രയാങ്കിൾ ആകുമ്പോൾ h/3 അതുപോലെ b/3 ഡിസ്റ്റൻസിലായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ് ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, x2 എത്രയായിരിക്കും? x2 എന്ന് വെച്ചാൽ y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x2. അതുപോലെ x ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y2. ഓക്കെ, സോ ഈ രണ്ട് ഡിസ്റ്റൻസ് x2 ആൻഡ് y2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൽ x2 എന്തായിരിക്കും? x2 എന്ന് വെച്ചാൽ സെയിം 10 cos 60/3 അല്ലേ, അതായത് b/3 ആയിരിക്കും. b/3 ആയിരിക്കും x2, ദറ്റ് ഈസ് 10 cos 60/3. ഓക്കെ, അതുപോലെ y2 എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, y2 എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് നമുക്കറിയാം 10 sin 60. സോ h മൈനസ് h/3. ഓക്കെ, സോ ക്ലിയർ അല്ലേ? സോ അങ്ങനെ നമുക്ക് x2 ആൻഡ് y2 കിട്ടും. സോ ഇവിടെ നോക്കുക, x2 എന്താണ്? b/3. ഓക്കെ, സോ b ഈസ് ഈക്വൽ ടു 100 cos 60. 100 എന്ന് വെച്ചാൽ mmലുള്ള വാല്യൂ ആണ് കേട്ടോ. നമ്മൾ 10 cos 60 എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററിലുള്ളതും 100 mmലേക്ക് കൺവേർട്ട് ചെയ്ത വാല്യൂ ആണ് 100. സോ 100 cos 60/3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് x2 കിട്ടും. അതുപോലെ y2 എങ്ങനെയാണ് കിട്ടുന്നത്? y2 ഈസ് ഈക്വൽ ടു h മൈനസ് h/3. സോ h എന്ന് വെച്ചാൽ 100 sin 60. ഈ 100 mmലുള്ള വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് ഫൈനലി കിട്ടുന്നത് mmലുള്ള ആൻസർ ആണ്. സോ 100 എന്ന് വെച്ചാൽ mmലുള്ള വാല്യൂ ആണ്. 100 sin 60 മൈനസ് h/3. ഓക്കെ, അതായത് 100 sin 60/3 മൈനസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് x2 ആൻഡ് y2. സോ നമ്മൾ x1 x2 ആൻഡ് y1 y2 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഡയറക്റ്റ് അത് ഇക്വേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഇക്വേഷൻസ് എക്സ് ബാറും വൈ ബാറിലേക്കും ഡയറക്റ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദി ഫൈനൽ ആൻസേഴ്സ്. സോ എക്സ് ബാറും കിട്ടും, അതുപോലെ വൈ ബാറും കിട്ടും. സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് തനിയെ ട്രൈ ഡൂയിങ് ദിസ് യുവർ സെൽഫ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ, അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, കമൻറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്.